വെൽക്കം ടു ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷോസ് ഡിഫറെന്റ് വാല്യൂസ് ഓൺ മെഷറിംഗ് അലോങ് വിത്ത് ദ ഡയറക്ഷൻസ് ഇൻ സെയിം ക്രിസ്റ്റൽ. സം ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ്. അതായത് ഡിഫറെന്റ് ആംഗിളിൽ നോക്കുമ്പോൾ, ഡിഫറെന്റ് ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഡിഫറെന്റ് പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റൽസിന് കാണിക്കുക. അത്തരത്തിലുള്ള പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് അനൈസോട്രോപ്പി എന്ന് പറയുക. ഗ്ലാസസ് പോലുള്ള അമോർഫസ് സബ്സ്റ്റൻസിന് എല്ലാ ഡയറക്ഷനും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അതിന് ഐസോട്രോപ്പി എന്നാണ് പറയുക. സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്, നന്നായിട്ട് പഠിക്കുക. Which primitive units will have equal edge length, unequal edge length, A not equal to B not equal to C, and all axes are different from 90 degree. അപ്പോൾ സിമെട്രിക് അല്ലാത്തത് ഏതാണ്? ഏറ്റവും ലീസ്റ്റ് സിമെട്രിക് ആയിട്ടുള്ള A not equal to B not equal to C, alpha not equal to beta not equal to gamma not equal to 90 degree. അത് ഏറ്റവും ലീസ്റ്റ് സിമെട്രിക് ആയിട്ടുള്ളത് അത് ട്രൈക്ലിനിക് ആണ്. മോസ്റ്റ് സിമെട്രിക് എന്ന് പറയുന്നത് ക്യൂബിക് ആണ്. A equal to B equal to C, alpha equal to beta equal to gamma equal to 90 ഉള്ളത് ക്യൂബിക് ആണ്. മോസ്റ്റ് സിമെട്രിക്കും ലീസ്റ്റ് സിമെട്രിക്കും ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3, sodium metal crystallizes in body-centered cubic lattice with a edge length for 0.29. The radius of a sodium atom is approximately. അത് ക്രിസ്റ്റലൈസ് ചെയ്തേക്കുന്ന BCC ആണ്. BCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4R is equal to √3A ആണ് റിലേഷൻഷിപ്പ്. അപ്പോൾ R ആണ് കണ്ടുപിടിക്കേണ്ടത്. R is equal to √3A by 4 ആണ്. is equal to √3 by 4 into edge length 4.29. 4.29 ഓൾമോസ്റ്റ് എന്തായിരിക്കും 1ന്റെ അടുത്തായിരിക്കും. അപ്പോൾ ഇത് വരുന്നത് 1.73 ആണ്. 1.73 എത്ര കൂടിയ വാല്യൂ 1.86. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. Zinc oxide which is white in color but on heating yellow. This is due to metal excess defect due to extra cations. ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സൈഡ് അയോൺസ് എസ്കേപ്പ് ആയി പോകും. അപ്പോൾ ബാക്കി വരുന്ന സിങ്ക് ഉള്ളിലേക്ക് കയറി വരും, ലാറ്റിസിലേക്ക് കയറി വരും. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് ഉണ്ടാകുക. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ്. Na+ ions present in 200 ml of 0.5 molar NaCl solution is. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Na+ ion present in 200 ml of 0.5 molar. 0.5 molar എന്ന് പറഞ്ഞാൽ 0.5 mol in 1 ലിറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. 1000 ml ആണ്. അതായത് 200 ml എത്ര ഉണ്ടാവും? 200 ml 0.1 മോൾ ഉണ്ടാവും. 0.1 മോൾ NaCl ഉണ്ടാവും. 0.5 മോളാർ എന്ന് പറഞ്ഞാൽ 0.5 മോൾ ഇൻ 1 ലിറ്റർ ആണ്. അപ്പോൾ 200 ml എന്ന് പറഞ്ഞാൽ അതിന്റെ 5/1 ഫിഫ്ത്ത് ആണ്. അപ്പൊ ഇവിടെയും 1/5 ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾ നോക്കാം. 0.1 മോൾ. 0.1 മോൾ എന്ന് പറഞ്ഞാൽ 6.02 × 10⁻22 Na+ അയോൺസ് ഉണ്ടാവും, Cl- അയോൺസ് ഉണ്ടാവും. A binary solution of 2 volatile liquid taken in a closed vessel, then രണ്ട് ബൈനറി സൊല്യൂഷൻ ആണ്, 2 volatile liquids ആണ് എടുത്തേക്കണേ. Both the components would evaporate and equilibrium would be established between the vapor phase and liquid phase. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Both the components would evaporate but the equilibrium does not establish. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. None of the component evaporate. volatile liquid ആണെങ്കിൽ evaporate ചെയ്യും. None of the above. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which of the following azeotropic solution have boiling point less than the boiling point of its constituent particles? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ലെസ് ദാൻ ആണ്, അതായത് മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ് ആണ്. അവരുടെ ഇൻഡിവിജ്വൽ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവുള്ളതാണ്. മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ് ആകുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഇതിൻ്റെ അകത്ത് ആരാ നോക്കിയാൽ മതി, എത്തനോളും അസറ്റോണും. എത്തനോളിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ആവുക ചെയ്യുന്നത് അസറ്റോണിന്റെ പ്രസൻസിൽ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. Lowering the vapor pressure of an aqueous solution of non-electrolyte 1 molar aqueous solution at 100 degrees Celsius is. Lowering of vapor pressure നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. Lowering of vapor pressure of an aqueous solution of non-electrolyte, അതായത് non-volatile ആണ്, non-electrolyte ആണ്. 1 molar aqueous solution ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളത് 1 മോളാലാണ് കേട്ടോ. ശരിക്കുള്ളത് 1 മോളാലാണ്. അപ്പൊ നമുക്ക് നോക്കാം. 100 ഡിഗ്രി സെൽഷ്യസിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? അവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 760 ടോർ എന്ന് പറയാൻ പറ്റുക. അതാണ് ശരിക്കും അവിടെയുള്ള വേപ്പർ പ്രഷർ. എന്തുമാത്രം ലോവറിങ് നടക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം P is equal to non volatile ആണ്, non electrolyte ആണ്. അപ്പോൾ lowering of vapor pressure is equal to
അപ്പോൾ lowering of vapor pressure delta P divided by P is equal to mole fraction of the solute ആണ്. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് നോക്കാം. എന്തായിരിക്കാം? 1 mole ആണ് സൊല്യൂട്ട് ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് 1 ലിറ്റർ ആണ്. 1 molar സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 mole in 1 ലിറ്റർ ആണ്. അപ്പോൾ 1 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ, അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാണ്? 55.55 ആണ്. ദാറ്റ് ഈസ് 1/56.55 ആണ്. ഇതാണ് നമുക്ക് എന്തായിരിക്കാം ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതായത് ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു കൈ ബി ഈസ് ഈക്വൽ ടു 1 by നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഡെൽറ്റ പി ആണ്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പി ബൈ 56.55. പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രഷർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 760 ടോർ ആണ്. ആൻസർ എല്ലാം ടോറിലാണ് തന്നേക്കുന്നത്. 760 ഡിവൈഡ് ബൈ 56.55. 560 ആയിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു? 10 വരുമായിരുന്നു. ഏകദേശം 1000 മുകളിലായിരുന്നെങ്കിൽ 20ന്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ 10 പോയിന്റ്, സോ 10ന് മുകളിലുള്ള വാല്യൂ അത് നമുക്കൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. 760 ഡിവൈഡ് ബൈ 57 വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 157, ബാക്കിയുള്ളത് 19, 190. ഏകദേശം 3 ടൈംസ് ആണ് വരിക. 4 ടൈംസ് എന്തായാലും വരില്ല. അപ്പോൾ 13.45 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ഓർത്തു വയ്ക്കുക 1 മോളാലാണ്. Electrolytic cell is a device in which a non-spontaneous chemical reaction. Electrolytic cell എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് നടക്കണം. നമ്മൾ അങ്ങോട്ട് സപ്ലൈ കൊടുക്കുക is a non-spontaneous chemical reaction carried out in expense of electrical energy. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂസിലാണ് നടക്കുക. ദെൻ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ്. ഗാൽവാനിക് സെൽ അല്ല ചോദിച്ചിരിക്കുന്നത്, ഗാൽവാനിക് സെല്ലാണ് സ്പോണ്ടേനിയസ് സെല്ല്. Standard electrode potential of SN4 plus SN2 plus couple is plus 0.15 and Cr3 plus bar Cr couple is 0.74. These two couples are standard state connected to make a cell. The cell potential is equal to E cell is equal to E cathode minus E anode. അഥവാ reduction potential of cathode minus reduction potential of anode. ഇവിടെ തന്നിരിക്കുന്നത് എന്ത് പ്രോസസ്സാണ്? റിഡക്ഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നതും റിഡക്ഷൻ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്ര വരിക നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് 0.15 ആണ് റിഡക്ഷൻ നടക്കണം. SN4 പ്ലസ് SN2 പ്ലസ് ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു, റിഡക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ നടത്തുന്ന Cr3 പ്ലസ് Cr ആയിട്ട് മാറുക ചെയ്യുന്നത്. ഓക്സിഡേഷൻ നമ്പർ കുറയാണ്, റിഡക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. ഉറപ്പായിട്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞതാരോ അതായിരിക്കും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയതാരോ കുറഞ്ഞത് എപ്പോഴും ആനോഡായിട്ടെടുക്കും, കൂടിയത് എപ്പോഴും കാഥോഡായിട്ടെടുക്കും. അപ്പോൾ എടുക്കുന്നത് പ്ലസ് 0.15 മൈനസ് -0.74 ഇസ് ഈക്വൽ ടു പ്ലസ് 0.89. ഓർത്ത് വയ്ക്കുക, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ആരാ കാഥോഡായിട്ട് എടുക്കുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയതേതോ അതാണ് കാഥോഡായിട്ട് എടുക്കുക, കുറഞ്ഞതേതോ അതാണ് ആനോഡായിട്ട് എടുക്കുക. അവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക, മൈനസ് ഉള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ ആൻസർ കിട്ടിക്കും. The conductance of electrolytic solution kept between two electrodes of conductivity cell distance but having area of cross section large enough to accommodate sufficient volume is called molar conductivity. അടുത്തത്, what will be the weight of silver deposited if 96.5 ampere of current is passed into aqueous solution of AgNO3 for 100 seconds? നമുക്കറിയാവുന്ന M equal to ZIT ആണ്. M equal to ZIT ആണ്. സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പോൾ സിൽവറിന്റെ സൊല്യൂഷൻ സിൽവർ ആണ്. അതിലേക്കും സിൽവർ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റ്? അപ്പോൾ 108 ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു ചാർജ് 1 ആണ്. ഇതാണ് ഇസെറ്റിന്റെ വാല്യൂ. അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു 96,500 അതാണ് ഇസെറ്റിന്റെ വാല്യൂ. കറണ്ട് എന്ന് പറയുന്നത് 96.5 ആംപിയർ ആണ്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 100 സെക്കൻഡ്സ് ആണ്. 100 സെക്കൻഡ് ആണ്. 2 സീറോസ് പോയി. 96.5 നിങ്ങളുടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10 വന്നു. സോ ദ ആൻസർ ഈസ് 10.8 gram. ഡയറക്ട്ലി ആൻസറിലേക്ക് എത്തും. In a reaction 2x gives y, the concentration of x decreases from 3 molar to 1.5 molar in 4 minutes. The rate of reaction is,
നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് നോക്കാം. The concentration of X decreases from 3 molar to 1.5 molar in 4 minutes. 4 minute ആണ്. 4 minute ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഹാഫ് ലൈഫ് എന്ന് പറയാൻ പറ്റും. എടുത്ത ക്വാണ്ടിറ്റി പകുതിയാവാൻ എടുത്ത സമയം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഹാഫ് ലൈഫ് ടി ഹാഫ് ഈസ് ഈക്വൽ ടു 4 minute എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കെ കണ്ടുപിടിക്കുന്നത് കെ ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ 4. 0.693 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ 0.693 ഡിവൈഡഡ് ബൈ 4. 1 4 29. അപ്പോൾ ഇതിന്റെ അടുത്തുള്ള ആൻസർ ഏതാ നോക്കുക. 0.173യുടെ അടുത്തൊക്കെയാണ് വാല്യൂ വന്നേക്കണേ. സോ 0.18 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഏകദേശം അടുത്തുള്ള ആൻസർ അതാ ഉള്ളൂ. വേറൊന്നും ആൻസർ ഇതിന്റെ അടുത്തുള്ളതില്ല. അപ്പോൾ 0.18 എന്ന് പറയുന്നതാണ്. എപ്പോഴും അപ്രോക്സിമേറ്റ്ലി ക്ലോസർ ആയിട്ടുള്ള ആൻസർ ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ 0.693 ഡിവൈഡ് ബൈ 4 ആണ് വരിക. അപ്പോൾ അതിനോട് അടുത്തുള്ള ആൻസർ 0.693 ഡിവൈഡ് ബൈ 4. അതിനോടുള്ള ആൻസർ ഏകദേശം 0.18 എന്നുള്ളതാണ്. അടുത്ത റേറ്റ് ലോ കനോട്ട് ബി ഡിറ്റർമൈൻ ഫ്രം ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ. എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? റേറ്റ് ലോ കനോട്ട് ബി ഡിറ്റർമൈൻ ഫ്രം ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഇഫ് reverse reaction is involved, if it is an elementary reaction, if it is a sequence of elementary reactions, both 1 and 3. Rate law cannot be determined from a balanced chemical equation if the reaction involved if a sequence of elementary reaction. Answer is 1 and 3 ആണ് answer. Rate law cannot be determined. Rate law can be determined if it is an elementary reaction. Elementary reaction ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. The reaction N2O5 gives 2N2O4 plus O2 is a bimolecular first order reaction. അത് NCERT കൊടുത്തേക്കണാണ് സ്റ്റേറ്റ്മെന്റ്, നേരിട്ട് ഓർത്തു വയ്ക്കുക. Which of the following activity does not take place at the time of adsorption? Adsorption സമയത്ത് residual attractive force decreases. Surface ഉള്ള residual attractive force കുറയും. Surface energy decreases. Heat releases. ഹീറ്റ് അബ്സോർബ്. ഉറപ്പായിട്ടും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് നടക്കാത്ത, ഹീറ്റ് റിലീസ് ചെയ്യും. എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ ഇത് രണ്ടും കാണുമ്പോൾ തന്നെ അറിയാം ഇതായിരിക്കും ഉറപ്പായിട്ടും ആൻസർ എന്നുള്ളത്. സം കാറ്റലിസ്റ്റ് ആർ ഗിവൺ ബിലോ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നിട്ട് മീഥൈന്, മെത്തനോൾ, ഫോർമാൽഡിഹൈഡ് ആണ്, പലതുമാണ് കിട്ടുന്നത്. സെലക്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കാറ്റലിസ്റ്റ് വിച്ച് ഇല്ലസ്ട്രേറ്റ് ഗിവൺ ബിലോ. ഓരോ കാറ്റലിസ്റ്റിനും ഓരോ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അതായത് ഓരോ പ്രൊഡക്റ്റ് കിട്ടാൻ ഓരോ കാറ്റലിസ്റ്റും ഓരോ പ്രൊഡക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓരോ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റിനെ കിട്ടാൻ പറ്റും. അതിനാണ് സെലക്ടിവിറ്റി എന്ന് പറയുക. കണ്ടക്ടിവിറ്റി അല്ല, പോയിസൺ അല്ല, സ്പീഡ് ഓഫ് റിയാക്ഷൻ അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. Which of the following is not correctly matched? Correctly matched അല്ലാത്ത ആരാണ്? അപ്പോൾ സൾഫർ സോൾ ഈസ് മാക്രോ മോളിക്കുലർ സോൾ കൊളോയിഡ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. H2SO3 ഈസ് എ ലയോഫോബിക്, ഉറപ്പായിട്ടും. ജലാറ്റിൻ ഈസ് എ ലയോഫിലിക്. നൈലോൺ സോൾ ഈസ് എ മാക്രോ മോളിക്കുലർ, അതെല്ലാം ശരിയാണ്. സൾഫർ മാക്രോ മോളിക്കുലർ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Tyndall effect is observed only, if the diameter of dispersed particle is not much smaller than the wavelength of light used. അത് കറക്റ്റ് ആണ്. There is a high difference between the refractive index of dispersion medium and dispersion phase. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 1 and 2. Which is the following element occurs in free state? ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? Which of the following? അയഡിനായിട്ട് I2 ആയിട്ട് പൊതുവെ അയഡിന്റെ കോമ്പൗണ്ടുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സൾഫർ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഫോസ്ഫറസിന്റെ കോമ്പൗണ്ട് ആണ്, മഗ്നീഷ്യം കോമ്പൗണ്ട് ആണ്. സോ റിലേറ്റീവ്ലി ആൻസർ ഈസ് ഇതായിരിക്കും സൾഫർ. സൾഫർ യെല്ലോ കളർ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. സൾഫറിന്റെ കോമ്പൗണ്ട്സും ഉണ്ട് റിലേറ്റീവ്ലി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മാലക്കൈറ്റ് ഫ്രം ദ ഫോളോയിങ്. മാലക്കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാവ് എന്ന് പറയും. ബേസിക് കോപ്പർ കാർബണേറ്റ്, CuCO3 CuOS twice. The concentration of aluminum is carried out by heating powdered ore in concentrated solution of NaOH at 473 to 523 Kelvin around 35 to 36 bar pressure. The process is called digestion. അത് നമ്മൾ എന്ത് ചെയ്യും? അലൂമിന എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യും. ലീച്ചിങ് ആണ് ശരിക്കും നടത്തുന്നത്. ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡൈജഷൻ. അതിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്തെടുക്കുക.
In the electrolytic refining of metal, impure metal made as anode. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ട്രിപ്പ് ഓഫ് ദ മെറ്റൽ യൂസസ് കാത്തോഡ്, അതും ശരിയാണ്. അപ്പോ impure metal is made as anode, strip of pure metal as cathode. Anode and cathode kept in a suitable electrolyte, both containing suitable solvent at the same temperature. So the answer is option 4 ആണ്. Which of the following hydride have the largest bond angle? Bond angle ഏറ്റവും കൂടുതലുള്ളത് അമോണിയയ്ക്കാണ്. കാരണം താഴേക്ക് വരുന്തോറും ഹൈബ്രിഡൈസേഷൻ നടക്കില്ല, അവരുടെയൊക്കെ ബോണ്ട് ആംഗിൾ ഏകദേശം 90യോട് അടുത്തിട്ടുള്ളതാണ്. അതിന് രണ്ടാമത്തെ കാര്യം മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് നൈട്രജൻ, അതുകൊണ്ട് നന്നായി ഹൈഡ്രജനെ പിടിച്ച് വലിക്കും, അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ കൂടും. അങ്ങനെയും ചിന്തിക്കാം, ബോണ്ടിങ്ങിന്റെ രീതിയിലോ എങ്ങനെ ചിന്തിച്ചാലും ബോണ്ട് ആംഗിൾ ഇവിടെ ഏകദേശം 107 അടുത്ത് വരും. ബാക്കിയുള്ള അടുത്ത് ഹൈബ്രിഡൈസേഷൻ തന്നെ ഇല്ല, 93, 90 ഉള്ളത്. പ്യുവർ ആയിട്ടുള്ള മെറ്റൽസ് ആണ് ബോണ്ടിങ് പങ്കെടുക്കുക, അപ്പൊ 90 ഡിഗ്രി ഉണ്ടാവുള്ളൂ. The stability of halide in group 16 elements decreases in the order. Stability of the halide of group 16 decreases in the order. Stability ഏറ്റവും കൂടിയത് അതായത് heat of electron gain enthalpy ഏറ്റവും കൂടുതൽ വച്ച് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഓഫ് ഹാലൈഡ് ഇൻ ഗ്രൂപ്പ് 16 ഇൻ ദ ഓർഡർ. ഏറ്റവും നന്നായി സ്റ്റെബിലിറ്റി ഉള്ള ഏറ്റവും ചെറിയതായിരിക്കും, ഏറ്റവും നന്നായി ഹൈഡ്രേറ്റ് ചെയ്യാനായിരിക്കും അക്വ സൊല്യൂഷനിൽ. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ ഓർഡർ നോക്കിയാൽ കിട്ടില്ല, എന്നാൽ പോലും F-, Cl-, Br-, I- ആയിരിക്കും സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ചെറുതായതുകൊണ്ട് നന്നായിട്ട് ഫ്ലോറിൻ ഹൈഡ്രേറ്റ് ചെയ്യും, അതുകൊണ്ട് ഫ്ലോറിനാണ് ഏറ്റവും നന്നായിട്ടുള്ള. HCl ഗ്യാസ് ക്യാൻ ബി ഡ്രൈഡ് by passing through concentrated H2SO4, dilute H2SO4, concentrated HNO3, dilute HNO3. Concentrated H2SO4 ആണ് റിലേറ്റീവ്ലി ബെറ്റർ ആൻസർ, കാരണം ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. HNO3 ഒരു നല്ല തല്ല, കാരണം HNO3 അതിനെ ഓക്സിഡൈസ് ചെയ്യും, HNO3 HCl തമ്മിൽ റിയാക്ട് ചെയ്യും. Which of the following xenon fluoride does not exist? XeF3 ആണ് എക്സിസ്റ്റ് ചെയ്യാത്ത, XeF2, X4 ഓഡ് നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഈവൻ നമ്പർ ആണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്സൈഡുകൾ ഓഡ് നമ്പറിൽ എക്സിസ്റ്റ് ചെയ്തേക്കാം. XeO3 ഉണ്ട്. Which of the following element does not have N-1D10NS2 configuration? അതായത് ഗ്രൂപ്പ് 12ന്റെ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. സിങ്ക്, കഡ്മിയം, മെർക്കുറി എല്ലാം ഗ്രൂപ്പ് 12ലാണ്. കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D10-4s1 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ ആണ്, അപ്പോൾ അതല്ല, ഇതിൽ പെടാത്തത് കോപ്പർ ആണ്. Which of the following aqueous solution will be colored? Colored ആയിട്ടുള്ളത് ഏതാണ്? ഉറപ്പായിട്ടും എന്തായിരിക്കാം, അൺബൈഡ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. കൊബാൾട്ട് നൈട്രേറ്റ് ആണ്. കൊബാൾട്ട് നൈട്രേറ്റിന് കളർ ഉണ്ട്, ഏകദേശം ഒരു പിങ്ക് കളറൊക്കെയാണ് കിട്ടുക. ആസ്ട്രസ് ചെയ്യുമ്പോൾ നമ്മൾ ലാബിൽ കാണുന്നതാണ്. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അവർക്കാർക്കും അൺബൈഡ് ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് തന്നെ കളേർഡും അല്ല. Which of the following isostructural with the KMnO4? KMnO4 ആയിട്ട് ഐസോസ്ട്രക്ചർ ഉള്ളത് ആരായിരിക്കാം? KClO4 ആണ്. KClO4ന് ഓൾമോസ്റ്റ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് അതിന്റെ സ്ട്രക്ചർ. Cl-ന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ sp3 ആണെന്ന് കാണാൻ പറ്റും. ബാക്കി ആരും ഐസോസ്ട്രക്ചറിലല്ല റിലേറ്റീവ്ലി, കാരണം K2 ആണ് ഉള്ളത്, K ഒരെണ്ണം ഉള്ളത്, അങ്ങനെ തന്നെയാണ്. The actinide resembles lactinide in more than having more compounds in +3 oxygen state. Most of them രണ്ടും +3 oxygen stateലാണ് കൂടുതലായിട്ടും കാണപ്പെടുക. The primary and secondary valencies of chromium complex in dichloro-dioxylato chromium. രണ്ട് മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള ക്ലോറിൻ ഉണ്ട്, രണ്ട് ബൈഡെൻഡേറ്റ് ആയിട്ടുള്ള ഓക്സലേറ്റ് ഉണ്ട്. അപ്പോൾ ക്ലോറിന്റെ രണ്ടും ഓക്സലേറ്റിന്റെ 2 വെച്ച് 2 അപ്പൊ 4. ഉറപ്പായിട്ടും എന്തായിരിക്കാം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്? ഇതിൽ നിന്നുള്ള രണ്ടും ഡൈ ഓക്സലേറ്റും ആയതുകൊണ്ട് 2 × 2 4 വരും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ്, അതാണ് പ്രൈമറി വാലൻസി. ഇതാണ് സെക്കൻഡറി വാലൻസി. ഉറപ്പായിട്ടും സെക്കൻഡറി വാലൻസിയുടെ വാല്യൂ 6ഉം പ്രൈമറി വാലൻസിയുടെ വാല്യൂ 3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ആണ്. കോർഡിനേഷൻ നമ്പർ ഓഫ് പ്ലാറ്റിനം ആൻഡ് നിക്കൽ ഇൻ ദിസ് കോംപ്ലക്സ്. കോർഡിനേഷൻ നമ്പർ ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ്, ഇവിടെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. സോ 6 and 4. The type of isomerism shown by the complex COCl2En twice. അതിന് എന്തൊക്കെ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും, പിന്നെ കാണിക്കാൻ പറ്റുന്ന ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഓപ്ഷനിലില്ല, അപ്പൊ അതുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. അതിന്റെ സിസ് ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ട്രാൻസ്ഫോം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. Which complex is a D2sp3 hybridase? Inner D complex ഏതാണ്? CONS3 6 times 3+ ആണ്. കൊബാൾട്ടിന്റെ കൂടെ കൊബാൾട്ട് 3+ന്റെ കൂടെ അമോണിയ സ്ട്രോങ് ലിഗാൻഡ് ആണ്, പെയർ ചെയ്യിപ്പിക്കും ഉറപ്പായിട്ടും. FeCl3 അത് sp3d2 ആണ്, sp3d2 ആണ്, D2sp3 അല്ല. ഇത് dsp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതൊക്കെ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും.
The following is an example for vis dihalide. Vis dihalide എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് കാർബൺ ആറ്റത്തിൽ ഹാലജൻ ഉണ്ടെങ്കിൽ അതാണ് 1,2-dichloroethane is a correct answer. Select the byproduct formed in the reaction. ROH plus PCl5 gives RCl plus POCl3 plus HCl ആണ് reaction. Reaction അറിഞ്ഞാൽ വേഗം തന്നെ ആൻസർ എഴുതാൻ പറ്റും. Reaction of tertiary butyl bromide with aqueous sodium hydroxide follows SN1 mechanism ആണ് because it is a tertiary alkyl halide ആണ്. SN1 mechanism ആണ് follow ചെയ്യുക. പിന്നെ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് aqueous sodium hydroxide ആയതുകൊണ്ട് ഉറപ്പായിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നടക്കുക. ആൽക്കഹോളിക് ആയിരുന്നെങ്കിൽ എലിമിനേഷൻ നടന്നേനെ. അറൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്യൂ ടു പല കാരണങ്ങളുണ്ട്. റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, അൺസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോക്കേറ്റീവ് ഉണ്ട്, repulsion between pi cloud and the benzene ring and the incoming nucleophile. അപ്പോൾ answer is all of the above ആണ് correct ആയിട്ടുള്ള answer. In which of the following alcohols the OH group is attached to sp3 hybridized carbon atom next to an aromatic ring? Aromatic ringന്റെ തൊട്ടടുത്തുള്ള ബെൻസൈലിക് ആൽക്കഹോൾ ആണ്. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയും. വിനൈലിക്കില് sp2യിലേക്കാണ് കണക്ട് ചെയ്തേക്കണേ. അല്ലൈലിക്കില് അരോമാറ്റിക്കിന്റെ തൊട്ടടുത്തേക്കല്ല, അതുകൊണ്ട് ഇറ്റ് ഈസ് sp3യിലേക്ക് തന്നെയാണ്. പക്ഷെ അത് കണക്ട് ചെയ്തേക്കുന്നത് എന്തിലേക്കായിരിക്കാം? ഇറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH2OH ആണ്. ഇവിടെ പറഞ്ഞേക്കണത് വിച്ച് ഇസ് നെക്സ്റ്റ് ടു അൻ അരോമാറ്റിക് റിംഗ്. അരോമാറ്റിക് റിംഗിലേക്ക് വന്ന ഏക കേസ് ഇത് മാത്രമേ ഉള്ളൂ. പ്രൈമറി ആൽക്കോൾ എന്താണെങ്കിലും അല്ല. ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. Alkenes react with water in presence of an acid catalyst to form an alcohol. ഇവിടെ ആഡ് ചെയ്യുന്ന പോസിറ്റീവ് പാർട്ട് എച്ച് പ്ലസും ഉണ്ട് OH മൈനസും ഉണ്ട്. ഉറപ്പായിട്ടും the positive part will move to the carbon atom containing more number of hydrogen atom. Negative part will move to the carbon atom containing less number of hydrogen atom. So it is an example for Markovnikov rule. Which of the following is the most acidic compound? Acidic compound എന്ന് പറയുന്നത് picric acid ആണ്. Almost like mineral acid ആണ് because of the presence of 3 electron withdrawing group ന്റെ presence കൊണ്ടാണ്. Williamson synthesis involved which of the following type of mechanism? ഉറപ്പായിട്ടും Williamson's alkyl halide react with sodium alkoxide ആണ്. ഉറപ്പായിട്ടും നടക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. SN2 റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. SN1 SN2 പുറകോട്ടുള്ളൂ, അതിൻ്റെ അകത്ത് SN2 റിയാക്ഷൻ ആണ് മെയിൻലി ഒക്കർ ചെയ്യുക. മോസ്റ്റ് പോളാർ കോമ്പൗണ്ട് ഗിവൺ ബിലോ ദ കാർബണൈൽ കോമ്പൗണ്ട്. മോസ്റ്റ് പോളാർ എന്ന് പറയുന്ന ഉറപ്പായിട്ട് എന്തായിരിക്കാം? ഫോർമാൽഡിഹൈഡ്. കാരണം അതിൻ്റെ അകത്ത് സ്റ്റെറിക് ഇല്ല, പ്ലസ് ഐ എഫക്റ്റ് ഇല്ല, ഒന്നുമില്ല. C ഡബിൾ ബോണ്ടോ ഉറപ്പായിട്ടും H ഡയറക്റ്റ് ലിങ്ക് ചെയ്തേക്കാണ്. ദിസ് ഇസ് മോസ്റ്റ് പോളാർ, ഏറ്റവും കൂടുതൽ പൊളാരിറ്റി ഉള്ളത്. The carboxylic acid which is less electrophilic than carbonyl carbon because of the resonating structure ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും C ഡബിൾ ബോണ്ടോ ഫ്രീ അല്ല, O മൈനസ് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ നടക്കുന്നുണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. C O മൈനസ് ഡബിൾ ബോണ്ടോ ആയിട്ടാണ് നിൽക്കുക. ഉറപ്പായിട്ടും റെസൊനൻസ് ഉള്ളതുകൊണ്ടാണ് അവര് ലെസ് ഇലക്ട്രോഫിലിക് ആയത്. Select the reagent and the intermediate formed in Stephen's reaction. Stephen's reaction ഉറപ്പായിട്ടും select the reagent and the intermediate formed. Stannous chloride imine ആണ്, intermediate amines on treatment with the acids yields a salt because they are. Amines treatment with the acid yields salt because they are basic in nature. The reaction of benzene disodium chloride with the copper in HCl, this reaction is known as Gattermann reaction. GATTER ആണ് Gattermann reaction. Polymers polymeric properties are close related to their size ആണ്, molecular mass ആണ്, structure ആണ്. So answer is all of these ആണ്. Which of the following statement is incorrect? PTFE polytetrafluoroethylene is called Teflon ശരിയാണ്. LDP is low density polythene is called low density polythene, അതും ശരിയാണ്. PVC is a polyvinyl chloride, അതും ശരിയാണ്. SPR is a natural rubber അല്ല, synthetic rubber ആണ്. synthetic butadiene rubber എന്ന് വിളിക്കുന്ന പേരാണ് SPR. so it is not a natural rubber. so wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 4 ആണ്. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ.